നമ്മുടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. നാം ചിന്തിച്ചു നോക്കിയാൽ ദൈവം എത്ര അതിശയകരമായാണ് തൻ്റെ മക്കളെ വഴി നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വളരെയധികം അത്ഭുതം തോന്നും, ഇങ്ങനെയും ദൈവം പ്രവർത്തിക്കുമോ? സ്തോത്രം! എത്രയെത്ര അത്ഭുതങ്ങൾ! ഒരിക്കലും സംഭവിക്കത്തില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കത് കാണുവാൻ സാധിക്കും. ഇതാ ദൈവം എങ്ങനെയാണ് തൻ്റെ മക്കളെ സഹായിക്കുന്നതെന്ന് ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ അന്നത്തെ പഴയ നിയമ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ശമരിയയിൽ ഏലീശ എന്നുള്ള പ്രവാചകനുണ്ടായിരുന്നു. ദേശം ഇസ്രായേലിനെ അരാം എന്ന് പറഞ്ഞ രാജാവ്, ഇന്നത്തെ സിറിയ, ആ രാജാവ് എൻ്റെ പട്ടാളത്തെ അയച്ച് വളഞ്ഞിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ്. തൽഫലമായി ഇസ്രായേൽ രാജ്യത്ത് വളരെ വലിയ ക്ഷാമമുണ്ടായി. ഭക്ഷണമില്ല, ജനങ്ങളാകപ്പാടെ വലഞ്ഞു. എന്തു ചെയ്യും? ജനം വളരെ ബുദ്ധിമുട്ടിലായി. അവർക്ക് വേണ്ടി ഭക്ഷണം ലഭിക്കാനുള്ള എല്ലാ സ്രോതസ്സുകളും രാജാവ് അടച്ചു കളഞ്ഞു. സ്തോത്രം! എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്ന ഏലീശ എന്ന പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നാളെ ഈ സമയത്ത് ശമരിയയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം! നാളെ ഈ സമയത്ത് ഇസ്രായേലിൻ്റെ പടിവാതിൽക്കൽ ഇതാ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. ശമരിയ പട്ടണത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ക്ഷാമത്താൽ ഭക്ഷണമില്ലാതെ വലയുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഗോതമ്പ് മാവും യവവും നിങ്ങൾക്ക് എത്തിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ആ രാജ്യത്തെ രാജാവിൻ്റെ അകമ്പടി സേവകനായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ദൈവം സ്വർഗത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാൽ പോലും ഈ കാര്യം സാധിക്കുകയില്ല. സ്തോത്രം! പ്രിയപ്പെട്ടവരെ, ദൈവഭക്തൻ അല്ലെങ്കിൽ പ്രവാചകൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് വിളിച്ചു പറയുന്നത്. ദൈവം പറഞ്ഞിട്ടാണ് ആ അരുളപ്പാട് പറയുന്നത്. അത് കേൾക്കുന്ന സാധാരണക്കാരായ മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഈ എങ്ങനെ അത്ഭുതം നടക്കുന്ന നിങ്ങൾ ഈ പറയുന്നത്? ശരിയല്ലേ? ചിലപ്പം ഒരു സമയത്ത് ഞാൻ നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം, എങ്ങനെ നടക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഒരു സാധ്യതയുമില്ല. സകല വഴികളും അടഞ്ഞു പോകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. സ്തോത്രം! ഇതാ അതെങ്ങനെ സംഭവിച്ചെന്ന് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ രാജ്യത്തെ 4 കുഷ്ഠരോഗികൾ അവർ അരാം പാളയത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ, കാരണം ഇവിടെ കിടന്ന് പട്ടിണി കൊണ്ട് മരിച്ചു പോകും, അതുകൊണ്ട് നമുക്ക് അവിടെ എങ്ങാനും പോയി ജീവിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു സൈനിക സജ്ജീകരണങ്ങളും കാണുന്നില്ല, ഒരു പട്ടാളക്കാരെയും കാണുന്നില്ല. ആകെപ്പാടെ ഒരു പ്രത്യേക സാഹചര്യം അവരവിടെ മനസ്സിലാക്കി. ദൈവം ഒരു വലിയ അത്ഭുതം അവിടെ ചെയ്തു. ഇസ്രായേൽ സൈന്യം അവരുടെ വലിയ സന്നാഹങ്ങളുമായി അരാം രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളൊരു പ്രതീതി ദൈവം അവിടെ സൃഷ്ടിച്ചു. കുതിര കുളമ്പടികൾ, രഥങ്ങളുടെ ചക്രങ്ങളുടെ ഉരുൾച്ച,
ആകെ ഒരു വലിയ ആരവാരം ഉണ്ടായ നിമിത്തം അരാം രാജ്യത്തെ പട്ടാളം, അവിടുത്തെ ജനങ്ങൾ എല്ലാം അവിടുന്ന് രക്ഷപ്പെട്ട് പലായനം ചെയ്തു. സ്തോത്രം. ഈ കുഷ്ഠരോഗികൾ ചെന്ന് നോക്കിയപ്പം ആ രാജ്യത്ത് ഒരു മനുഷ്യനെയും കാണുവാനില്ല. അവിടെ നിറയെ അവരുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അവരുടെ ഭണ്ഡാരങ്ങൾ അവിടെ തുറന്നു കിടക്കുന്നു. ഇതാ അവർ ഓടി വന്ന് ഇസ്രായേലിലെ പ്രവാചകനെ വിവരം അറിയിച്ചു, രാജാവിനെ വിവരം അറിയിച്ചു. അവിടെ നിന്ന് അവർ സംഭരിച്ചു വെച്ചിരുന്ന സകല സാധനങ്ങളും ഇതാ ദൈവം അരുളപ്പാട് അറിയിച്ചതനുസരിച്ച് രാജാവ് അവിടുന്ന് സകല ഭക്ഷണ സാധനങ്ങളും കൊണ്ടുവന്ന് ഇസ്രായേലിൽ അത് പറഞ്ഞതുപോലെ തന്നെ വിൽക്കുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നാൽ ഇതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് അവിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ രാജാവിൻ്റെ സേനാനായകൻ അവനോട് എലീശ ഇങ്ങനെ പറഞ്ഞിരുന്നു, നീ ഇത് കാണും, പക്ഷെ നീ ഇത് കഴിക്കുകയില്ല. കാരണം നിന്റെ അവിശ്വാസത്തിൻ്റെ വാക്ക് അത്രയ്ക്ക് ദൈവത്തിന് കോപമായി തീരുവാനിടയായി. നീ ഇത് കാണും, പക്ഷെ നീ ഇത് അനുഭവിക്കുകയില്ല. പറഞ്ഞതുപോലെ തന്നെ ഈ അകമ്പടി നായകനെ ജനം ചവിട്ടിക്കൊന്നു. ജനങ്ങൾ ഈ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി തിക്കും തിരക്കും കൂട്ടിയപ്പോൾ അതിനുള്ളിൽപ്പെട്ട് ഈ മനുഷ്യൻ മരിച്ചു പോകുവാനിടയായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ദൈവം പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് വിളിച്ചു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അത് എങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ദൈവമാണ് അതിൻ്റെ പ്ലാനും പദ്ധതി ഒരുക്കുന്നത്. മനുഷ്യരുടെ ബുദ്ധിക്ക് അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. നാം ചിന്തിക്കും ഇതെങ്ങനെ സംഭവിക്കും. അതെ, സംഭവിക്കും. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം പറഞ്ഞിട്ടും അത് അവിശ്വസിച്ചുകൊണ്ട് അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നവൻ, പ്രത്യേകിച്ച് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവൻ, നിങ്ങളുടെ ദൈവം സ്വർഗത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഇതൊരിക്കലും സാധിക്കത്തില്ല എന്ന് ദൈവത്തെ ആക്ഷേപിച്ചവൻ, അവനത് കാണുക എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു. അവനെക്കൊണ്ട് ദൈവം അത് കാണിപ്പിച്ചു. അവനത് കണ്ടു. എന്നാൽ അവനത് അനുഭവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ മറ്റു വിധത്തിൽ അവരെ പാഠം പഠിപ്പിക്കും. ഇതാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വാത്സല്യ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എത്രയോ നാളുകളായി ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇതുവരെ മറുപടി ലഭിക്കാതിരിക്കുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ഒരിക്കലും ആക്ഷേപിക്കുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യരുത്. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അത് ചെയ്തിരിക്കും. പ്രവാചകൻ ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറഞ്ഞു, നാളെ ശമരിയയുടെ പടിവാതിക്കൽ ഈ സമയത്ത് ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യും. അതങ്ങനെ തന്നെ സംഭവിച്ചു. അതിലൊരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ദൈവം നമ്മോട് പറയുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ, ആലോചനകൾ നാം അതേപടി ഏറ്റെടുക്കണം. കാരണം ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുന്നത്. അത് നാം വിശ്വസിക്കണം. ഏതൊക്കെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണല്ലോ തിരുവചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെ സംഭവിക്കാതിരുന്നത് ഇനിയും സംഭവിക്കും. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നാം എഴുതിത്തള്ളിയ വിഷയങ്ങൾക്ക് ഇതാ ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ അത് നാം കാണുക തന്നെ ചെയ്യും. അത് അങ്ങനെ തന്നെ നാം വിശ്വസിക്കണം. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ദൈവസഭയ്ക്ക് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ചില അത്ഭുതങ്ങൾ വേഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിശ്വാസം കൊണ്ടുവരുന്ന സാത്താനോട് പറയണം, സാത്താനെ, നിന്റെ
ഈ വക ചൊൽപ്പടി വിദ്യയ്ക്കൊന്നും ഞാൻ ഇനി നിന്നു തരികയില്ല. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മേലിൽ എന്നെ ഭയപ്പെടുത്തുവാനും എന്നെ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുവാനും നീ പരിശ്രമിക്കരുത്. ആമേൻ. ഒരിക്കലും അത് സാധിക്കുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാമെന്ന് സാത്താനോട് പറയണം. ആ സാത്താൻ ലജ്ജിച്ച് തല താഴ്ത്തിക്കൊണ്ട് കടന്നു പോകും. സ്തോത്രം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് പ്രവർത്തിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. നമുക്കതുകൊണ്ട് ഈ ദൈവത്തോട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാം. നിശ്ചയമായും വേഗത്തിലൊരു മറുപടി ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ദൈവം വഴി തുറക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.